നല്ല സിനിമയാണ്, ഡാർക്ക് ഹ്യൂമറാണ്, നല്ലൊരു സിനിമയാണ്. ഇപ്പം നമുക്ക് കണ്ടതിൽ കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്നറിയാമോ, നല്ല സിനിമ. കാരണം ഒരു ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു മൂവിയാണ്. ഇതൊരു തമിഴ് സിനിമയാണെന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ജയറാമേട്ടനും ഉർവശി ചേച്ചിയും കൂടെ ആ ഒരു കോംബോ, എൻ്റെ അമ്മ ഒരു രക്ഷയല്ല ഉർവശി ചേച്ചിയുടെ കോമഡിയൊക്കെ. അല്ല, ഡാർക്ക് ഹ്യൂമർ ഓൾമോസ്റ്റ് എല്ലാം ഒരുപാട് സിനിമ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ വേരിയേഷൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു മെസ്സേജും വരുന്നുണ്ട്. എസ്പെഷ്യലി ഡ്രഗിൻ്റെ ആ ഒരു വലിയൊരു സംഭവം ഈ കാലഘട്ടത്തിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട്, അത് ആ ഒരു എന്താ പറയുക, ഇമോഷണൽ സമയത്ത് പോലും കോമഡി വർക്കൗട്ട് ചെയ്തിട്ടിരിക്കുന്ന ഉർവശി ചേച്ചിയെ പോലുള്ള ആ ഒരു കോമിക്കലൊക്കെ ഒരു രക്ഷയല്ല കേട്ടോ, കിടിലം. ഞാൻ അതാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ചത്. കാരണം എന്താ പറയുക, ഇതൊരു മലയാള സിനിമയാണോ എന്നൊരു ഫീലിലാണ് കണ്ടുപോകുന്നത്. പക്ഷേ ആ ലാംഗ്വേജിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പടം നല്ല സിനിമയാണ്, നമുക്ക് കാണാം. ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണേണ്ട നല്ലൊരു സിനിമ തന്നെയാണ്. കിടിലം കിടിലം പടം. കുഴപ്പമില്ല, പ്ലോട്ടെല്ലാം കൊള്ളാം, പക്ഷേ ലെങ്ത് കൂടി. കുഴപ്പമില്ല. അഭിനയം എല്ലാം ഓക്കെയാണ്. ജയറാം കുറച്ച് എന്തോ ഓവറായിട്ട് തോന്നി. പടം നമ്മൾ പാണ്ഡ്യരാജ് പടം ആ ഒരു ഫാമിലി ഫീൽ ഗുഡ് സംഭവം തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഇവർ പിന്നെ കൂടുതൽ ഡാർക്ക് ഹ്യൂമറും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ആഡ് ചെയ്യാൻ നോക്കി, അതൊന്നും ഭയങ്കരമായിട്ട് വർക്കായില്ല. അത് തന്നെയാണ് മെയിൻ വിഷയം. ചില സീൻസൊക്കെ ഓക്കെയാണ്, ചില സീൻസ് ഭയങ്കരമായിട്ടൊന്നും ഇതായില്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫൊക്കെ അനാവശ്യ ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഓക്കേഷ് ഫീലൊന്നല്ലാതെ വേറെ ആയിട്ട് ഭയങ്കരമായിട്ടൊന്നും പറയാനില്ല. മെയിനായിട്ട് ജയറാമേട്ടനെന്ന് വെച്ചാൽ ഒരുമാതിരി എന്തോന്ന് ഈ ഓവർ വിനയമൊക്കെ കാണിച്ചിട്ട് നന്മയുള്ള ലോകം കാണിക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പടത്തിൽ. അത്രയ്ക്കൊരു സംഭവമില്ല, ഒരു ആവറേജ് പടം, അത്രയേ ഉള്ളൂ.